കാണിച്ച് ഓവറാക്കണ്ട. മസാലല്ല ഞാൻ ചോദിച്ചു. അവിടെ നിന്ന് കുത്തിയിരിക്കുന്നത് ഇത് പച്ച കുത്തിയത് എന്താ പരിപാടി? വല്ല സിനിമയ്ക്ക് വേണ്ടിട്ടോ? അല്ല, ഇത് അറിവില്ലാത്ത പ്രായത്തിൽ ശബരിമലയ്ക്ക് പോയപ്പോ കുത്തിയതാ. ഞാനും എന്റെ ഒരു കൂട്ടുകാരനെ കൂടെ കുത്തി തുടങ്ങി. അപ്പൊ അവൻ ആദ്യം കുത്തി. അവന്റെ കൈ തേളാ കുത്തിയത്. തേളെന്ന് വെച്ചാൽ തേളിന്റെ പടം. ഇവൻ നിന്ന് കരയായത് കുത്തുമ്പോ ചോരയൊക്കെ വരും ഭയങ്കരമായിട്ട്. ഞാൻ പറഞ്ഞു ഇനി ഞാൻ കുത്തുന്നില്ലെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എന്നാ നീ എന്റെ കൂട്ടുകാരനല്ലടാ, കണ്ണിച്ചോരയില്ലാത്ത നിർബന്ധിച്ച് കുത്തിച്ചതാണ്. ഇത് കുത്തുമ്പോ പഴയ രീതിക്കാ, കയ്യിൽ നിന്നൊക്കെ ചോരയൊക്കെ വരും. ഇതൊക്കെ മുറിവണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേ ഇങ്ങനെ ഇതാന്ന് അറിയുള്ളൂ. 10 രൂപയ്ക്ക് കുത്തിയത് ഇപ്പൊ കളയണമെങ്കിൽ 30,000 രൂപ ഓപ്പറേഷൻ ചെയ്യണം. ഇല്ല, അതിനേക്കാളും ഭേദം ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് മേക്കപ്പ് ചെയ്യലാണ്. അല്ലാതെ ഇത് 30,000 രൂപ കൊടുത്ത് ഇതൊക്കെ ആരെങ്കിലും കളയും. അതിന്റെ പക്ഷെ ഷർട്ടിന്റെ ഇവിടെയൊക്കെ എപ്പോഴും ഇങ്ങനെ കേടാവും. മേക്കപ്പ് പറ്റിയിട്ട് കുഞ്ഞുള്ളവർ ഇവിടെ ഈ കൂടെ കിടവണ പോലെ വരും. കുഞ്ഞുള്ള ജലദോഷം വന്നതിനെ തുടച്ചിട്ട് ഇവിടെ മുഴുവൻ എപ്പോഴും ഒരു വര ഉണ്ടാവുമല്ലോ സ്കൂളിൽ പഠിക്കുമ്പോ, അതുപോലത്തെ ഒരു പാട് വരും. അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്താന്ന് പറഞ്ഞല്ലോ. ചിലര് കഥാപാത്രങ്ങൾക്ക് വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ഏതെങ്കിലും അത് ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ പലതും ചെയ്യും. അവര് ഇപ്പം പെണ്ണുങ്ങൾ മുഖത്ത് മയിൽപ്പീലിയും അങ്ങനെ പോലെയൊക്കെ കുത്തുന്നുണ്ട്. അത് ടാറ്റു എന്നുള്ള പേരായി. അതിന് പല കളറും വന്നു. ചുമലയും പച്ചയൊക്കെ കുത്താം. ഇത് പച്ച മാത്രമേ കുത്താൻ പറ്റുള്ളൂ. ചുമല എല്ലയൊക്കെ ടാറ്റു ആയിട്ട് കുത്താം. അല്ല, ടാറ്റു മാത്രമല്ല, അല്ലാതെ തന്നെ ചിലര് ഈ പിയേഴ്സ് ഒക്കെ ചെയ്യുമല്ലോ. അത് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ എന്തെങ്കിലും കഥാപാത്രത്തിന് വേണ്ടി രമേശ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മേത്തും ശരീരം തന്നിട്ടുള്ള കഥാപാത്രമൊന്നും ഇവിടെ ഇല്ല. ചിലതിങ്ങനെ ആയിരിക്കും. ഒരുത്തൻ ഇതിനകത്ത് ഷർട്ടിനകത്ത് കൃഷ്ണൻ പുല്ലാങ്കുഴല് വായിക്കുന്ന കട വിഷുവിന് നല്ലോണം വരച്ചോണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ അവന്റെ അമ്മ തലക്കിട്ട് പിഴിഞ്ഞിട്ടേ കൃഷ്ണൻ തല്ലാൻ നിൽക്കണോടോടുകൂടി പുറകോട്ട് പോയിട്ട് പിഴിഞ്ഞിട്ട് അതങ്ങനെ പോയി. ഈ ആടുപുലിയാട്ടത്തിന് വേണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആടുപുലിയാട്ടത്തിന് വേണ്ടി ഭയങ്കര ത്യാഗം സഹിച്ചു. ഞാൻ ചെറുപ്പത്തിൽ 6 വയസ്സുള്ള പഴനി പോയി മുട്ട അടിച്ചു കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് മുട്ട അടിച്ചത് ആടുപുലിയാട്ടത്തിന് വേണ്ടി. അതിന് 2 ഗെറ്റപ്പുണ്ട്. അതിൽ ജയറാമേട്ടൻ താടിയൊക്കെ വളർത്തിയ ഒരു വലിയ ഗെറ്റപ്പ്, ഒരു പടം മുഴുവൻ ഗെറ്റപ്പും. പഴയ കാലം കാണിക്കുമ്പോൾ താടിയൊക്കെ പഠിച്ച് ചെറുപ്പക്കാരനാണ്. അപ്പൊ ഞാൻ ഈ ജയറാമന്റെ താടിയുള്ള കാലത്ത് മുഴുവൻ മുടിയുള്ള ആളാണ്. അപ്പൊ പുള്ളി ചെറുപ്പക്കാരനായപ്പോ ഞാനും ചെറുപ്പക്കാരനാകാൻ വേണ്ടി തല മുട്ടയടിച്ചതാ. മുട്ടയടിച്ചപ്പോ ജഗന്നാഥവർമ്മയുടെ ഫിഗർ പ്രായം കൂടിപ്പോയി ആകെപ്പാട്. നമസ്കാരം, ഞാൻ രമേശ് പിഷാരടി. ഈ ആഴ്ച റേഡിയോ മാംഗോയുടെ സ്പോട്ട് ലൈറ്റിൽ ശാലിനിയോടൊപ്പം ഞാനുമുണ്ട്. ശാലിനി വ്യക്തമായ ഗൂഢോദ്ദേശങ്ങളോടുകൂടി മുൻപോ ഞാൻ ചെയ്ത തെറ്റിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് കേട്ടറിയാം.